എന്റെ കൃഷ്ണാബായി ഇതുപോലെ ആയിരിക്കും. എന്ത് ചെയ്യാ? രക്ഷപ്പെട്ടു. എന്താ മാഷ തർക്കിച്ച് നോക്കുന്നേ? ഒന്നുമില്ല, മുമ്പ് കണ്ട മാതിരാ? ഇപ്പൊ ചെറിയ ചേഞ്ച് ഒക്കെ അല്ലേ? മേക്കുമ്പോ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട്. ഏതാണ്ട് പുലിക്കളിക്ക് മേക്കപ്പ് ചെയ്ത പോലെയാ. ആ തമ്പുരാട്ടി എഴുന്നള്ളില്ല. എന്താണ് മീരാബായി, രാവിലെ എണീറ്റാല് ഒരു കപ്പ് കാപ്പി തരാൻ ആളില്ല. തോന്നുമ്പോ വരാനും പോകാനും എന്താ സർക്കാർ ഓഫീസറ്റാ? മാസം കൂടുമ്പോ ശമ്പളം എണ്ണി തരുന്നില്ലേ? ആഹാ, നിങ്ങൾ തരുന്ന ഉലുവയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അതെന്താ മാഷെ, നിങ്ങൾ കൊടുക്കുന്നത് കള്ളനോട്ടാണോ? മാഷി മിണ്ടാതിരി. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ബോംബെയിലായിരുന്നപ്പോ എന്റെ കൃഷ്ണാബായി. ബോംബെയിലെ കിതാബ് തുറക്കണ്ട, അതോടെ നിർത്തിക്കാളി. കുറെ കാലായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഈ ഒച്ചയും ബഹളമൊക്കെ കൂട്ടണേ? ഒരു ഗ്ലാസ് ചായ. ചായക്കാ? ഞാൻ ഇന്നലെ ഇവിടുന്ന് പോകുമ്പോ ഒരു ബക്കറ്റ് ചായ തിളപ്പിച്ച് വെച്ചിട്ടല്ലേ പോയത്? ആ എന്നാ ഗുസ്തി പണ്ടാറക്കാലൻ ആ ചായ മുഴുവനും ആ പാവം കുടിക്കാൻ വഴിയില്ല. ഇയാളെ കാണുമ്പോൾ എനിക്ക് മനസ്സമാധാനക്കേട്. എന്റെ ദൈവമേ, എന്തൊരു സാധനപ്പ ഇത്! എടോ ഉതുപ്പേ, 2 കിലോ അരിയിൽ ഇത്രയും കല്ലുണ്ടെങ്കിൽ 1 ചാക്ക് അരിയിൽ എത്ര കിലോ കല്ല് കാണും? ആ ഇരിങ്ങാലക്കുടക്കാരൻ നസ്രാണി മാഷില്ലേ, അയാളുടെ മൂത്രത്തിൽ അപ്പടി കല്ല. അപ്പൊ മൂത്രത്തിലെ കല്ല് ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ടോ? എങ്കിൽ അരിയിലെ കല്ലിൽ നിന്നും മൂത്രത്തിലെ കല്ല് കിഴിക്കണം. എടോ, തന്റെ വളിപ്പ് കേൾക്കാനല്ല ഞാൻ വന്നത്. ഇങ്ങനെ കച്ചവടം ചെയ്താൽ താൻ ദുബായിക്കൊന്നും പോണ്ടി വരില്ല. അല്ലെങ്കിലും ഇപ്പൊ ദുബായി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എന്നാ താനെന്താണ്ട് ഈ കള്ളന്മാരെ നോക്കണമാതിരി നോക്കണത്? അതെ, സ്വന്തം കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാ. എന്റെ കയ്യിലിരിപ്പ് താൻ നോക്കണ്ട, താൻ സാധനങ്ങൾ എടുക്ക്, എനിക്ക് പോണം. അല്ല പിന്നെ എന്റെ മാഷേ, മാഷ ഒന്ന് തനിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്തിനാ? എനിക്ക് മാഷോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ആരെങ്കിലും കണ്ടാ വെറുതെ ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കും. മാഷിന് ബുദ്ധിമുട്ടാവോ? ഇല്ല. ചിലപ്പം ബുദ്ധിമുട്ടായാലോ? പിന്നെയൊന്നും പറയരുത്. ഇല്ല. അയ്യേ മാഷേ, ആരുമില്ല മാഷേ. ആരുമില്ല മാഷേ. വായിച്ചു നോക്കൂ. മാഘമാസം. ഇതെന്താ കവിത? കവിതയോ? പിന്നെ മാഷെന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു എന്താ വിചാരിച്ച? അല്ല, ഞാൻ ഒന്നും വിചാരിച്ചില്ല. കുട്ടി കവിത എഴുതുവോ? ഞാനിതൊരു പഴയ വീക്കിൽ നിന്ന് പകർത്തിയതാ. മാഷ് എനിക്കിതൊന്ന് ട്യൂൺ ചെയ്ത് തരുമോ? നവസാക്ഷരരുടെ സംഗമത്തിന് പാടാനാ. തരൂ മാഷേ. പോട്ടെ. എനിക്ക് വലിയ ഇഷ്ടാ. ഇത്തവണ നാളികേരം വളരെ കുറവാണല്ലോ രാവുണ്ണി. നാളികേരം എണ്ണക്കുരുവായി അംഗീകരിച്ചോണ്ട് ഉള്ളതിന് നല്ല വില കിട്ടും.
നടക്കണല്ലപ്പാ ഇവൻ യൂണിയൻ നേതാവെന്നും പറഞ്ഞ് പയ്യെ പയ്യെ നടക്കുക വേഗം പോടാ വേഗം കൊടുത്ത് ഇടാവേ. ഇങ്ങനെ പോയാൽ എവിടെ ചെന്നാ എത്തുക? ഇങ്ങനെ പോയാൽ നേരെ കൊപ്രാവിലി ചെന്നെത്തും. അതല്ലണ്ടോ പറഞ്ഞത്, സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. അല്ല, അവിടുന്ന് കിട്ടി വാടക എവിടെ? ഉയ്യോ, ആ കാര്യം ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. ആ മാഷുമാരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്ന പരിപാടി നടപ്പില്ല. എന്താ പിന്നെ അവരെ ഇറക്കി വിട്ടേരെ? അയ്യോ, അങ്ങനെയത് നമ്മുടെ മോളെ കോളേജ് പഠിക്കുന്ന മാഷുമാരല്ലേ, ഒരു വിദ്യ ചെയ്യാ. 3 മാഷുമാരില്ലേ, അവർ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ എടുപ്പിക്കാം. അപ്പൊ നമ്മുടെ കാശ് പോരുകയും ചെയ്യും, മോള് പാസ്സാകുകയും ചെയ്യും. രാവണി, ഈ ചെറുപ്പക്കാര് മാഷന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ട്യൂഷൻ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ മോളെ അങ്ങോട്ട് പറഞ്ഞയച്ചേരെ. നീ വല്ലതും പറഞ്ഞോ? ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അതെന്റെ ചെറുപ്പം പോലെയുള്ള ശീലമാണ്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പെണ്ണുങ്ങളെ കൊള്ളതാണ്. നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. വരനെ ആവശ്യമുണ്ട്. സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിക്ക് 18 വയസ്സ് അശ്വതി നക്ഷത്രം. സുന്ദരനും സൽസ്വഭാവിയുമായ വരനെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ഭരതൻ പിള്ളയുടെ മോളുടെ കാര്യല്ലേ? ഇയാളിത് രാവിലെ തുടങ്ങിയല്ലോ ഒരു ഉണങ്ങിയ ട്യൂണും വെച്ചിട്ട് ഡൈയൊക്കെ മൂക്കുമ്പോലായിരുന്നു. ശരി, ആകെ തെറ്റി. ഈ സംഗീതം എന്നൊക്കെ പറയണത് ഒരു ജന്മവാസനയാ. ആ ലതാ മങ്കേഷ്കറുടെ മോനല്ലേ മൂപ്പര്? നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദം ഓതണ പോലെയാ. ഞാനും ഇത് കുറെ നാളായി കേക്കണേ. ആരോടോ ഈ പോത്തിന്റെ ചെവിട്ടില് വേദോ? ഇത് ഏത് കിഴങ്ങനാ? അപ്പൊ പോത്തോ? ആയിരിക്കണോ? ആ, പോത്തും സംഗീതമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊന്ന് വായിച്ച്. ഓണത്തിന്റെ ഇടയിലാണോ മാഷേ പൂട്ട് കച്ചവടം? എന്താ ഓണത്തിന്റെ ഇടയിൽ പൂട്ട് കച്ചവടം നടത്താൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. വിട്ടു തന്നുണ്ടെങ്കിൽ ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും ഓക്കെ. അതല്ല മാഷെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാഷ് വെറുതെ തോക്കിന്റെ ഇടയ്ക്ക് കയറി വെടിവെക്കാൻ. ആരാ വെടിവെച്ചേ? എടോ, രാവിലെ തുടങ്ങി. അതെ, ഈ തോക്കും മറ്റതൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി. നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ? ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ടാഗോറാണെങ്കിൽ എനിക്കറിയാലോ. ആ ടാഗോർ മൂപ്പർ അമ്മോനാണല്ലോ. കവി എന്താ പറഞ്ഞേ? ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്യം കിടക്കാന്ന്. ഒരുമുള്ള ആരെങ്കിലും ഒലക്കപ്പുറത്ത് കിടക്കുന്ന മാഷ് കണ്ടിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കി. നിങ്ങളാണ് ഉദാഹരണം പറഞ്ഞത്. ഒരുമുള്ളെങ്കിൽ എങ്ങനെ മാഷെ ഒലക്കപ്പുറത്ത് കിടക്കുക? ഒലക്ക് വീതി കിടന്നു. ഒലക്കല്ല, കിടക്ക. കുറെ കാലം ഈ തൊലിന് ഉദാഹരണം കൊണ്ട് കിടക്കണേ. ഞങ്ങൾക്ക് മസൂരി തീരാന്ന് പറയട്ടാ. ഗണപതി മാസം ഞങ്ങളെ യുക്തി പോലെ അല്ല രാവണ്യോ? അല്ല, മറ്റവർ രണ്ടുപേരും എന്ത് ചെയ്യും? അവര് പിന്നെ നല്ല സുഖമില്ല, കിടപ്പാ. എന്താ സുഖം? വസൂരിയ കൂടിയ സൈസാ. അയ്യോ, അപ്പൊ ഞാൻ വന്ന കാര്യം നടക്കില്ലല്ലോ. അത് പിന്നെ വാടകയുടെ കാര്യം, അതങ്ങോട്ട് എത്തിക്കാം. അതല്ലേ, ഭരതൻ മോലാളിന്റെ മകള് കവിതയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാ, ട്യൂഷൻ എടുക്കാൻ. അല്ല, രാവണേട്ടനൊപ്പം വന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് വസൂരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു തന്നെ. പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ വാടക വാങ്ങിക്കാൻ വന്നാന്ന് വിചാരിച്ചു. കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇങ്ങനെ നുണ പറയാ? ഞങ്ങൾക്ക് വസൂരി ഒന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചെന്നാ. ഇനി മുതൽ വാടക വേണ്ടെന്നും പകരം ട്യൂഷൻ എടുത്താൽ മതി എന്നും മുതലാളി പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ പോട്ടെ. ഒരുമാതിരി മനുഷ്യനെ വടിയാക്കണ പരിപാടി ഉണ്ടല്ലോ. ഈ അവിഞ്ഞ വർത്താനം വേണ്ട. മേലിൽ ആര് വാടക ചോദിച്ചു വന്നാലും ഞങ്ങൾക്ക് വസൂരി എന്ന് തന്നെ പറഞ്ഞേക്ക്. അതെ, പട്ടണ ഞാൻ കൂടെ താമസിച്ചപ്പോ ഞാൻ തീരുമാനിച്ചതാ. നിക്കണോ എവിടെ? പക്ഷേ ചായ കൊള്ളാമോ മാഷെ? കൊള്ളാം മാഷെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷെ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വീണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് വന്നിട്ട് കുറേ നേരമായോ? ഏയ്, ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ, ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? അവിടെയാ. നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ. എവിടെയാ? ഇവിടെ. ഓ ഓ, തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല.
പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷെ ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിതേ, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടെന്നുള്ള പറയല്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു പറയാത്. അയ്യോ മാഷെ. നമുക്ക് എന്തെങ്കിലും കുറേശ്ശെ തുടങ്ങാം. എന്താ? ക്ലാസ് തുടങ്ങാന്ന് പറയാ. ആ, തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, ഗമ പദാനിസ മുഷ്കരനല്ല ഞാൻ, തശീലേ. നീ കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. അല്ല, മുക്തശീല എന്ന് വെച്ചാ? മുക്ത എന്ന് വെച്ചാ നല്ലതെന്നർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. നല്ല തുണി. അയ്യോ, അയ്യോ, എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? ആ, എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനായി കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നള്ളി പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോൾ കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്. പൊട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോൾ നിന്നോട് കഥ കിടക്കാൻ ആരാണ് പറഞ്ഞത്? ഇവിടെ നിന്നെ വിശ്വസിച്ച് എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ. പട്ടി, തെണ്ടി, എരപ്പേ. എന്നിട്ട് ഒന്ന് വേഗം പറഞ്ഞു തൊലകിടി. സമയം സന്ധ്യയായി. കുന്നിൻ പുറത്ത് പട്ടം പറപ്പിച്ചിരുന്ന കുട്ടികളും പോയി. ദൂരെ നിന്നും ടക് 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 എന്നൊരു ശബ്ദം. ആരോ കുതിരപ്പുറത്ത് പാഞ്ഞു വരും പോലെ. ആരാ? കമലാസനായിരിക്കും. തോക്കിനകത്ത് ഒരു വെടി വെക്കല്ലേ? ഒന്ന് വേഗം പറയടി. ആ, വരുമ്പോ കുതിരപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞു വരിക. വന്ന് അടുത്തെത്തിയത് ചാടി ഇങ്ങനെ ഒരു പിടുത്തം. ആര്? ഞാൻ, എന്റെ തമ്പുരാൻ. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാ. ഭഗവാനെ, ഇത് നീ സ്വപ്നം കണ്ടാണോ? അല്ല, തന്റെ സ്വപ്നം എന്നും ഇത്രേ ഉള്ളൂ. ഈ വരവും കെട്ടിപ്പിടുത്തവും മാത്രം. ഇവള് ശരിയാവില്ല. അച്ഛൻ IAS കാരന്റെ സ്വപ്നവും മകൾക്ക് പൊന്നു തമ്പുരാനും. ഇതെവിടെ ചെന്ന് എത്തുമോ ആവോ. रूप तेरा मस्ताना प्यार मेरा दीवाना भूल गए हमसे ना. ബേട്ടാ, അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോയിരിക്കും. എനിക്ക് വട്ട് കളിക്കണം മാജി. കളിക്കാതെ തന്നെ നമുക്കൊക്കെ വട്ടാണെന്നാ നാട്ടുകാർ പറയുന്നത്. മോനൊരു കാര്യം ചെയ്യും, നമ്മുടെ പശുവിനെ ആ കുട്ടനാരുടെ വയലിറക്കി നല്ലോണം വയറ് നിറക്കി. ഓക്കെ ബേട്ടി? അന്ന് തന്നെ പശു നെല്ലെല്ലാം തിന്നെന്ന് പറഞ്ഞ ആ കുട്ടനായര് വേണ്ട ചീത്ത പറഞ്ഞതാ. എനിക്ക് ചവിട്ടം കിട്ടി. നല്ലോണം കിട്ടിയോ? മാജി വരുമ്പോ ആ ഉതുപ്പിന്റെ കടയിൽ നിന്ന് തേങ്ങ പിണ്ണാക്ക് ചക്കരി കൊണ്ടുതരാം കേട്ടോ. സത്യമായിട്ടും കൊണ്ടുവരുമോ? കൊണ്ടുതരാം. അച്ചി മാജി. പോടാ. നിങ്ങൾ വിഷമിക്കണ്ട. ശമ്പള പരിഷ്കരണത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിച്ച് താൻ എന്നെ സോപ്പിടണ്ട. മാഷ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നാ മതി. മാഷേന്ന് വിളിച്ചെന്നാവുകൊണ്ട് എന്നെ കൊണ്ട് മറ്റത് വിളിപ്പിക്കാതെ. മാസം ഒന്നായി കദീസ് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഏത് കദീഷു? എന്റെ ആദ്യത്തെ കിട്ടുമോ? അതുപോലെ ഇവിടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാളുടെ ചെലവിന് തന്നെ കിട്ടുന്ന ഇല്ല. എന്നോട് ഇയാളോട് ആരാ പറഞ്ഞ 2-3 ഒക്കെ കെട്ടാൻ? ഞാനും പറഞ്ഞത് ഇയാളെന്തിനാ പെണ്ണേട്ടാ നടക്കുന്നത്? അധ്യാപകർ എന്ന് പറയുന്ന മാതൃകാ പുരുഷന്മാരാണ്.
5 6 പെണ്ണും കെട്ടി സ്ഥാപനത്തിൽ നടക്കണ്ടാക്കാന്ന് വെച്ചാൽ കുറെ നാളെ ഞാൻ പറഞ്ഞു വിചാരിക്കണം. അല്ലേ മാഷെന്ന് പറയുന്നു. അയാൾക്ക് വേണമെന്ന് വെച്ചാൽ 2 3 കല്യാണം കഴിച്ചോട്ടെ. അത് അയാളുടെ ആരോഗ്യം, അയാളുടെ പേഴ്സണൽ മാറ്റേഴ്സ്. മാഷ് കൊടുത്ത മാഷം കല്യാണം കഴിച്ചോളൂ. ഞാൻ കയറാനുള്ള കാശിന്റെ കാര്യം പറയണോ? ക്യാഷ് കൊടുക്കണം മാഷേ. മാഷെ, ഞാൻ ഇത്രയും കാലം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ എന്റെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് വേദനിപ്പിക്കുന്നു? എന്റെ മകന് തൽക്കാലം ഒരു ഓപ്പറേഷൻ വേണം. വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു 10,000 രൂപ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഓപ്പറേഷൻ നടത്തിയാനെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത് വിറ്റ് നിങ്ങൾ പങ്കുവെച്ചോളൂ. നിങ്ങളുടെ ആരെങ്കിലും നടക്കട്ടെ. ഇന്നോ വേണ്ട മാഷേ, ഞങ്ങൾക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊന്നില്ലേ? എന്നാ മാഷെ. ഐ ഒരാവേശത്തിന് ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എന്താ മാഷേ ഇത്? മാഷേ, ഞാനൊരു ഇസ്ലാമാണ്. ശവത്ത് കുത്താന്ന് മനസ്സിലാക്കരുത്. നിങ്ങളെ ചെയിനും കൂട്ടടിക്ക്. വല്ലാഹി ഇയാൾക്കൊരു മോനുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഓനക്ക് ഇങ്ങനെ ഒരു രോഗമില്ല. പിന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം കേൾക്കണമെങ്കിൽ ഇതൊരു കള്ളുഷാപ്പായിനി. കഴിഞ്ഞ ലേലത്ത് കിട്ടാതായപ്പോൾ ഇയാൾ ഈ ഷെഡ് ട്യൂട്ടോറിയൽ കോളേജാക്കി മാറ്റിയതാണ്. നമ്മളൊക്കെ അധ്യാപകരല്ലേ, നമ്മളൊക്കെ കുടുങ്ങിയില്ലേ? ഇപ്പൊ ഇതിന്റെ ഷെയർ വേണമെങ്കിൽ വേണോ? എനിക്ക് വേണം. എന്നാ നടക്കി ഷാപ്പുടമേ, പോയിട്ട് വരാട്ടാ. കാണാം. നിങ്ങളല്ലാതെ ആരെങ്കിലും ചെയിനൂരി കൊടുക്കോ സാറേ? ഏടോ, മാളിയക്കൽ അവറാച്ചന്റെ മകൻ കുഞ്ഞിക്കോര എമ്മയാണ് ഞാൻ. എനിക്കറിയാമോ? അവരിപ്പൊ കൊണ്ടുപോയ സാധനം കഴിഞ്ഞ ഭരണങ്ങാനം പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാ. അതിന്റെ വില എത്രയാണെന്ന് എനിക്കറിയാമോ? 3 രൂപ 50 പൈസ. ഹായ്. ഹായ് ശ്രീയേട്ടൻ. നല്ല ആളാ. കഴിഞ്ഞ വിഷുവിന് വരാന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇപ്പൊ യുദ്ധമൊക്കെ ആയപ്പോ പതുക്കെ തടിയെടുത്താവോ അല്ലേ? ഇത്തവണ അത്ഭുതങ്ങളും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല, സുന്ദരമായി തോറ്റു. അതോട്ടെ ശ്രീയേട്ടൻ എനിക്ക് എന്താ കൊണ്ടുവന്നേ? നിനക്ക് വേണ്ടി 2-3 സ്കറ്റ് മിസൈൽ ഉണ്ടെന്നു. കളിക്കരുത് കേട്ടോ. എടി പെണ്ണെ, അവിടെ എന്തെങ്കിലും വാങ്ങാൻ കിട്ടണ്ടേ? യുദ്ധം കഴിഞ്ഞ പിന്നെ ഒന്നും കിട്ടാനില്ല. നീ ഇപ്പഴാ പഴയ തൊട്ടവാടി തന്നെ. ഇത് നീ പെണങ്ങണ്ടല്ലോ എന്ന് കരുതി ബോംബെന്ന് വളരെ കഷ്ടപ്പെട്ട് വാങ്ങിയതാ. പിടിക്ക്. അപ്പോഴേ എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശാലമായി ഒന്ന് കുളിച്ച് മനോഹരമായ വല്ലതൊന്ന് കഴിക്കണം. വാ. അത് മാത്രം മറക്കില്ല. രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നത് ഇപ്പഴാ. ശ്രീയേട്ടന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ മാങ്ങാ കൊതി. പത്തായപ്പുരയിലെ ഉപ്പിലിട്ട മാങ്ങ കട്ടുന്നതിന് എത്രയാ തല്ലുകൊണ്ടുള്ള ചെറുതില്. ദാ പുളിവാറിലെ പാടം ഇപ്പോഴും ഉണ്ട് കാലില്. എന്തേ നിന്റെ കല്യാണ കാര്യം? IAS വല്ലതും തടഞ്ഞോ? IAS എന്താ കൊമ്പുണ്ടോ? ആ, ഉണ്ടെന്നല്ലേ നിന്റെ അച്ഛൻ പറയുന്നത്. എന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ശ്രീയേട്ടൻ എന്താ കല്യാണം കഴിക്കത്തെ? അക്കരയിന്ന് പോരുമ്പോ ഒരു സുന്ദരിയെ തട്ടിക്കൊണ്ട് പോരുമെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. അല്ല, അത് ശ്രമിക്കാനിട്ടല്ല. പിന്നെ എന്റെ ഈ തിരുമോന്തണ്ട ഏത് വേണ കൂടെ പോലെ. അത് ശരിയാ. അച്ഛൻ വന്നു. പുറത്ത് കാറ് കണ്ടപ്പോഴേ വിചാരിച്ചു നീ ആയിരിക്കുമെന്ന്. യാത്രയൊക്കെ സുഖമായിരുന്നു? ഇതെന്താ മോളെ ഇങ്ങനെയാ ശ്രീകുമാരൻ സൽക്കരിക്ക? ഞാൻ എന്ത് ചെയ്യാൻ അച്ഛാ? കഞ്ഞിയും മാങ്ങാക്കറിയും തന്നെ വേണമെന്ന് ശ്രീയേട്ടനാ പറഞ്ഞേ. അതാണ് നമ്മുടെ തറവാടിന്റെ ഗുണം.